ഹാൻഡ് വീവ്ഡ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തീസ് കൊണ്ടിട്ട് കുറച്ച് നാളായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള പാറ്റേണിലേക്ക് വന്നിരുന്ന സ്ലിറ്റഡ് കുർത്തീസാണ്. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന റെഡ് ഷെയ്ഡ് ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റർഡ് യെല്ലോ ഉണ്ട്, നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ഓലിവ് ഗ്രീൻ വരുന്നുണ്ട്, നെക്സ്റ്റ് നമ്മളൊരു കിങ്ഫിഷർ ബ്ലൂ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഞാൻ ബാക്ക് സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഫ്രണ്ടിലേക്ക് നമ്മൾ ഒരു പ്രിൻസസ് കട്ട് ഹൈലൈറ്റ് ചെയ്യാൻ കൊടുത്തേക്കുന്ന അതേ ആ ഫാബ്രിക് തന്നെയാണ് സ്ലീവിലേക്കും ബാക്ക് പോർഷനിലേക്കും വരുന്നത്. എല്ലാത്തിൻ്റെയും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഫസ്റ്റ് ഞാൻ ഇട്ടേക്കുന്ന റെഡ് ഷെയ്ഡിനെ കുറിച്ച് പറയാം. ഇതിന് കോമ്പിനേഷൻ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലൂ കളറിൽ ത്രെഡ് വീവിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് ഞാൻ ബ്ലൂ കളറിൽ നമ്മൾ സ്ലബ് സിൽക്കിൻ്റെ ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. സ്ലിറ്റഡ് പാറ്റേണിലേക്കാണ് വിത്ത് കോട്ടൺ ലൈനിങ് ആണ്. പ്രൈസ് നമ്മൾ വന്നിരിക്കുന്നത് 749 റേറ്റിലേക്ക് നമ്മുടെ ഓൺ ബ്രാൻഡ് ഫ്ലോറിസ്റ്റിലേക്ക് വന്നിരിക്കുന്ന ടോപ്പുകളാണ്. അതുപോലെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ട റെഡിൻ്റെ തന്നെ റിവേഴ്സ് ആയിട്ട് ഇതിൻ്റെ മെയിൻ ബോഡിയിലേക്ക് വന്നിരിക്കുന്ന ബ്ലൂ ഷെയ്ഡാണ്. അതിനകത്തേക്ക് നല്ലൊരു റെഡിഷ് മെറൂൺ കളറിലേക്കുള്ള ത്രെഡിൻ്റെ വീവിങ്ങും. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നമ്മളൊരു ഓലിവ് ഗ്രീൻ കളറിലേക്ക് ആട്ടോ. അപ്പോൾ അതിന് കോമ്പിനേഷൻ ആയിട്ട് നമ്മളൊരു മസ്റ്റർഡ് യെല്ലോ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നമ്മൾ മസ്റ്റർഡ് യെല്ലോ ആട്ടോ. മസ്റ്റർഡ് യെല്ലോ ആൻഡ് ഒരു ഗ്രീൻ കളറിലെ കോമ്പിനേഷൻ ആണ്. അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന പാറ്റേൺ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 749 റേറ്റിലേക്ക്.